കേരളത്തിൽ തന്നെ അത് വലിയ ആർഭാടമാണ്. എന്താണെന്ന് നമുക്കറിയത്തില്ല. ടെലിവിഷൻ തന്നെ എന്നോട് സക്രിയ അച്ഛൻ പറഞ്ഞിരുന്ന ടെലിവിഷൻ്റെ കാര്യം പറയുമ്പോൾ അയാൾ പറഞ്ഞ അയാളും ടെലിവിഷൻ പ്രോഗ്രാം നടന്നതാണ്. സക്കറിയ കോശി സൊസൈറ്റിയുടെ സെക്രട്ടറി എന്നെ കൂടെ കൊണ്ടുപോയതാ എന്റെ കമ്പറ്റിക്ക് ആദ്യത്തെ. പിന്നെ അവര് പെന്തിക്കോസുകാരെ ഒഴിവാക്കി. സോവിയറ്റ് യൂണിയൻ അതിന്റെ സാറ്റലൈറ്റ് ഫ്രീ ആയിട്ട് കിടക്കുക. അതുകൊണ്ട് നമുക്കിപ്പം തുടങ്ങാം. അല്ല, അത് കറക്റ്റ് ആയിരുന്നു. ഈ ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോൾ ഈ റഷ്യൻ സാറ്റലൈറ്റ് വെച്ച് അത് തുടങ്ങുന്നു. എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സിംഗപ്പൂരിൽ നിന്നെങ്ങാണ്ടായിരുന്നു. അങ്ങനെ കണ്ട അത് തുടങ്ങി. ഞാനത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ കറക്റ്റാ. ഓക്കെ, എനിവേ. എന്നിട്ട് അയാള് പറഞ്ഞ ഞാൻ ചിരിച്ചതിന്റെ കാര്യം ഇതാ, നമുക്ക് സാധ്യതകളില്ല. അതാ അത് ഞാൻ പറയാം. എന്തിനാ നീ എന്തിനാ ചിരിക്കുന്നത്? $25,000 ഉണ്ടെങ്കിൽ നിന്റെ പെരക്കകത്ത് ഒരു മുറി ഞാൻ സ്റ്റുഡിയോ ആക്കി. അയാൾ പറയുക ഇത്ര സാധനങ്ങൾ മതി എന്നൊക്കെ പറഞ്ഞു. നമുക്കതല്ല വിഷയം, സ്റ്റുഡിയോ അല്ലല്ലോ വിഷയം. പ്രോഗ്രാം ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ? അതൊന്നും അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അയാളൊരു വലിയ രോഗശാന്തിയെ കുറിച്ച് നീ പ്രസംഗിക്കണം, അതിനുള്ള വരമുണ്ട്, നീ അത് ഗോസ്പൽ മാത്രം പ്രസംഗിച്ചാൽ വരാം, സൗഖ്യം മാത്രം പ്രസംഗിക്കണം, ഇതൊക്കെ അയാൾ പറഞ്ഞു തന്നു. അയാളുടെ വീട്ടിൽ സ്റ്റുഡിയോ ഉണ്ട്. അങ്ങനെ ഒരു വിത്ത് അയാൾ എൻ്റെ അകത്തോട്ടിട്ടു. ഒരു വിത്ത് നമ്മളത് നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നറിയാത്തൊരു കാര്യമായിട്ട് വെച്ചോളൂ. പിന്നെ ഇവിടെ ഈ സഭയിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. സമയത്ത് ഇവിടെ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കർത്തൃദാസൻ ഇവിടെ ഉപവാസം ഇരിക്കുക. അപ്പം ഞാൻ ഇവരുടെ എല്ലാ ദിവസവും രാവിലെ ഞാൻ ചെന്ന് ഇവർക്ക് പ്രവചനം വല്ലതും ഉണ്ടായോ എന്നറിയാൻ ഞാൻ ചെല്ലും. എന്തോ കർത്താവ് എന്തെങ്കിലും പറഞ്ഞോ. അപ്പോൾ അവർ ഓരോ പ്രവചനങ്ങൾ പറയും. ഇവിടുന്ന് ഒരുപാട് ആൾ വരുന്നു, ഇവിടുന്ന് സ്നാനപ്പെടുന്നു, മറ്റാൾ ഇങ്ങനെ. ഇയാൾ ഒരു ദിവസം പറഞ്ഞു, ദൈവം ടെലിവിഷൻ ചാനലിനെ കാണിച്ചു, ചാനലിനായിട്ട് എന്നെ കാണിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ടെലിവിഷൻ ചാനലല്ല, ടെലിവിഷൻ പ്രോഗ്രാം എന്ന് പറയാം. ടെലിവിഷൻ ചാനലൊന്നും അങ്ങനെ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമില്ല. സാറ്റലൈറ്റ് ഒക്കെ നമ്മുടെ ലോജിക്കലല്ലേ നമുക്ക് മറുപടി പറയാൻ. അയാളോട് പറഞ്ഞു എനിക്കിതൊന്നും അറിയത്തില്ല. എന്നോട് പറഞ്ഞത് ഞാൻ പറയാം പാസ്റ്ററോട് ഇങ്ങനെ പറയണമെന്ന്. ഞാൻ ചിരിച്ചു, കളിയാക്കി ചിരിച്ചു. ഞായറാഴ്ച വന്നപ്പോൾ ഞാൻ പ്രസംഗത്തിനിടയിൽ ഇവരുടെ ഉപവാസത്തിൽ ഇവർ കണ്ട കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞതുമൊക്കെ ഞാൻ പറഞ്ഞു. ഒരു ആവേശം ഉണ്ടാവില്ല ആൾക്ക്. ഒരുപാട് പേര് സ്നാനപ്പെടാൻ വരുന്നു, ഒരുപാട് പേര് മുമ്പോട്ട് വരുന്നു. നമ്മൾ ലോകം മുഴുവൻ നമ്മുടെ പ്രസംഗങ്ങൾ പോകാൻ പോകുന്നു. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ദൈവം ടെലിവിഷൻ ചാനൽ തരാൻ പോകുന്നുവെന്ന് ഈ കർത്തൃദാസനോട് പറഞ്ഞിരിക്കുന്നു. എല്ലാവരും കൈയടിച്ചു. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവം ടെലിവിഷൻ ചാനൽ തരുമെന്ന്? എല്ലാവർക്കും വിശ്വാസം. ഇവർക്ക് ആർക്കും അറിയത്തില്ല, എന്താണെന്ന് അറിയത്തേ ഇല്ല. അവർ കൈയടിക്കുക, ഓരോ പ്രോത്സാഹിപ്പിക്കുക. മനസ്സിലായി. ഞാൻ എന്തൊരു അബദ്ധമാണ് ഞാൻ പറഞ്ഞത്. നടക്കാത്തൊരു കാര്യം ഞാൻ തെറ്റായ ധാരണയാണല്ലോ പറഞ്ഞത്. അത് കഴിഞ്ഞ് തൃശ്ശൂർ നടക്കുന്ന ഒരു കൺവെൻഷനിൽ ഇതുപോലെ ഞാൻ ദൈവം ഒരു ടെലിവിഷൻ ചാനൽ തരാൻ പോകുന്നു പറയുക. അവിടുത്തെ ആളുകൾ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്ത് ഒരു മനുഷ്യൻ വന്നയാളുടെ ഒരു സ്ഥലം വിറ്റ് കാശ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പറച്ചിൽ അത്രയ്ക്ക് ആധികാരികമായതുകൊണ്ട് ആളുകളങ്ങ് പറയുക. പിന്നീട് അയാൾ കാശ് തന്നിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല, പിരിവൊന്നും ആ സമയത്ത് എടുത്തിട്ടില്ല. ആവേശത്തിൽ ഞാൻ പറയാം, ദൈവം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുക. ഇതൊരു 90s നടക്കുന്നത് അല്ലേ? അതെ. ഞാൻ തുടങ്ങണമെന്ന് തീരുമാനിച്ചപ്പോൾ അറിയത്തേ ഇല്ല, ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അറിയാൻ എന്നാ മാർഗം? കമേഴ്ഷ്യൽ ചാനലുകളല്ലോ. കൈരളി ചാനലിലെ ഒരു ജെയിംസ് എന്ന് പറയുന്ന ഒരാള് നമ്മുടെ സ്നേഹിതനുമാണ്. നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ മാത്യു പി തോമസൻ അല്ല, എബ്രഹാം മാത്യു, നമ്മുടെ വെണ്ണിക്കുളത്തുള്ള മാത്യൂസ് ചാക്കോയുടെ അനിയത്തിയാണ് ഇയാളുടെ ചേട്ടൻ കെട്ടിയേക്കുന്നത്, ജെയിംസൺ. അമ്മത്തി അദ്ദേഹം ഞങ്ങളുടെ മീറ്റിങ്ങിനൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ നമുക്കൊന്ന് പഠിക്കണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കൊണ്ടുപോയി അവിടുത്തെ എഞ്ചിനീയറെ പരിചയപ്പെടുത്തി. കൈരളിയുടെ എഞ്ചിനീയർ. 1 ലക്ഷം രൂപ കൊടുക്കണം അയക്ക് ഇത് പഠിപ്പിക്കുന്നതിന്. അയാൾ പറഞ്ഞു ഇതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടാക്കി തരും. പുള്ളി ഇങ്ങനെ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ പറയുന്നതെല്ലാം ഞാൻ എഴുതിയെടുക്കാം. അങ്ങനെ അറിയുന്നില്ല സാറ്റലൈറ്റിൻ്റെ പേര്, സാറ്റലൈറ്റ് എവിടെ കിട്ടുന്ന ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം അയാൾ പറഞ്ഞു തന്നു. APR-1 എന്നാ സാറ്റലൈറ്റിനകത്തെ പേര്. APR-1 അതിപ്പോഴില്ല. APR-1 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 ആകാമല്ലോ.
ഏപ്രിൽ 1 അത് ഫൂളാണ്. അപ്പൊ ഇയാൾ എന്നെ ഫൂളാക്കാനാണോ എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ നമ്മുടെ കിഴിഞ്ഞ ബുദ്ധിയാ. ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു APR. അത് ഇന്ത്യ ഗവൺമെന്റ് അന്ന് ചാനൽ കൊടുക്കുന്ന APR ഒന്നിൽ കൂടാ. അതിപ്പോ ഇല്ല, അത് കഴിഞ്ഞ് കാലഘട്ടം. അപ്പൊ അയാളതെല്ലാം പറഞ്ഞു തന്നു. പിന്നെയും ചെല്ലാൻ പറഞ്ഞു. പിന്നെയും ചെന്നു. പിന്നെ പുള്ളി എന്നോട് പറഞ്ഞു പൈസ തരണ്ട. അയാളൊരു ഹിന്ദുവാണ്. എൻ്റെ ഭാര്യ നേഴ്സാണ്. അവള് യേശുവിനെ വിശ്വസിക്കുന്ന ആളാണ്. അവിടെ പറഞ്ഞു പൈസ ഒന്നും വാങ്ങിക്കരുത്, പാസ്റ്റർക്ക് അത് മുഴുവൻ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ അത് മുഴുവൻ പറഞ്ഞു തന്നു. പിന്നെ അത് ടെക്നിക്കൽ സൈഡല്ലേ, മനസ്സിലായി. ഈ പ്രോഗ്രാം സൈഡ് അറിയണോ, അങ്ങനെ പ്രോഗ്രാം. അപ്പോൾ അവിടെ തന്നെ ഇയാളന്ന് ഉണ്ട് ഒരു ആ ചാനലിൽ തുടങ്ങിയ സമയത്ത് ഒരു കഥാകാരനായിരുന്നു. പ്രഭാവർമ്മയാണോ? അല്ല 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 എബ്രഹാം മാത്യു അല്ലല്ലോ, ഒരു ഹിന്ദു ഉണ്ടായിരുന്നു അവിടെ, നമ്മുടെ അവിടെ വന്നത്, പേര് ഓർക്കുന്നില്ല. അയാള് നമ്മുടെ ആലപ്പുഴയുള്ള കൽപ്പവാടി, ചെറിയാൻ കൽപ്പവാടി അന്ന് ആത്മീയത്തിൽ വന്നിരിക്കുക, വിശ്വാസത്തിൽ വന്നിരിക്കുക. പുള്ളിയുടെ ഭാര്യ വിശ്വാസത്തിൽ വന്നേക്കുന്നു. പുള്ളിയും താല്പര്യപ്പെട്ടിരിക്കുക. അവരുടെ ആ ചായക്കടയിൽ നിന്ന് പുള്ളി മദ്യം എല്ലാം മാറ്റി. കൽപ്പവാടിയുടെ അവരുടെ കൺവെൻഷൻ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ആലപ്പുഴ ടൗണിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ പ്രസംഗിച്ചിട്ട് അവരുടെ വീട്ടിലായിരുന്നു അന്ന് ഊണം. അങ്ങനെ എനിക്ക് പരിചയമുണ്ട്. അപ്പം ചെറിയ കൽപ്പവാടിയോട് ഞാൻ പറഞ്ഞു ഇതറിയാവുന്ന ആരുണ്ടെന്ന് പറഞ്ഞു. ആ പുള്ളി പറഞ്ഞു, അയാളുടെ പേര് പറഞ്ഞു, ഇതിനകത്ത് പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്ന അതിൻ്റെ ചീഫ്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു നോവലിസ്റ്റാണ്, കഥാകർത്ത. ആദ്യം അയാളായിരുന്നു അവിടെ, പിന്നെ അയാളങ്ങ് മാറി. അപ്പം അയാൾ ആലപ്പുഴയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുമ്പോൾ എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ അയാൾ വീട്ടിൽ വന്നപ്പോൾ എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചു. ഇത് വന്നിട്ടുണ്ട്, വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. എന്നിപ്പോൾ അയാളുമായിട്ട് സംസാരിച്ചു. പ്രോഗ്രാം എടുക്കുന്ന കാര്യവും പ്രോഗ്രാമിൻ്റെ ഇതെല്ലാം പറഞ്ഞിട്ട് പുള്ളി അവർക്ക് അതിൻ്റെ ചെലവിനെ കുറിച്ചാണ് മറിയിടാകുന്നത്. പുള്ളി അവർ പറഞ്ഞു തന്നു, വേറെ അവിടുത്തെ ഒരു പ്രോഗ്രാം എടുക്കുന്ന ഒരാളുണ്ട് ഈ സ്റ്റുഡിയോയിൽ, കൈരളിയിൽ. അത് ഒരു കഥാകൃത്ത. അയാളെ കൂടുതൽ കാര്യം പറഞ്ഞു തരും. അയാളെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അയാൾ ഫോൺ ചെയ്ത് അയാളെ അറേഞ്ച് ചെയ്തു. ഞാൻ അവിടെ ചെന്നപ്പോൾ അയാൾക്ക് രാത്രി അയാളെ വീട്ടിൽ വരത്തുള്ളൂ. അതുവരെ സ്റ്റുഡിയോയിലാണ്. അയാൾ വരുന്ന സമയം നോക്കിപ്പോയി രാത്രി 9 മുതൽ 10 വരെ ഇവിടെ ഇരുന്ന് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു തന്നതെല്ലാം കേട്ടു. അങ്ങനെ അത് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ കാര്യത്തിന് അപേക്ഷ കൊടുക്കാനാണ് പോയി. ഡൽഹി പോയി ലൈസൻസിന് വേണ്ടി. കൺവെൻഷന് പോയ ഡൽഹിയിൽ പോയപ്പോൾ അവിടെ ഒരാളോട് പറഞ്ഞു എന്നെ ഇങ്ങനെ ഒരു പ്രസാർ ഭാരതി INB ആൻഡ് അതിൻ്റെ ടെലികാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോകണം. അവിടെ ചെന്ന് അവിടെ ഇരുന്ന ആള് ആന്ധ്രാക്കാരനാണ്, IAS കാരനാണ്. അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് നിങ്ങൾ തുടങ്ങുക, എന്ത് തുടങ്ങാനാ, നിങ്ങൾക്ക് എന്തുവാ, എങ്ങനെ നിങ്ങൾ ചെയ്യുന്നത്, എന്താ നിങ്ങൾക്ക് അറിയാവുന്ന. അതൊരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണമെന്ന്, ലൈസൻസിന് വേണ്ടിയാണ്. പറഞ്ഞു നിങ്ങൾ ഗൂഗിളിൽ കയറി നോക്കുക, പ്രൊസീജിയർ അതിനകത്തുണ്ട്. ആപ്ലിക്കേഷൻ തരണം. 3 ആപ്ലിക്കേഷൻ അവിടെ കാണും. 3 ഡിപ്പാർട്ട്മെൻറ്റാണ്. ടെലികോം ഉണ്ട്, INB ഉണ്ട്, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്, പിന്നെ ഹോം മിനിസ്ട്രി ഉണ്ട്. ഈ 3 മിനിസ്ട്രിക്ക് ഒരേ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഒരു 3 പേരും കൂടെ എൻക്വയറി നടത്തും. 37 ടേബിളിൽ പോകണം. അതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് യോഗ്യത കിട്ടും. രാഷ്ട്രീയക്കാരെയൊന്നും ഇടപെടത്തില്ല, ഇവിടുത്തോണ്ട് പ്രയോജനമായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രമേശ് ചെന്നിത്തല വരാമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാം. നമ്മുടെ പ്ലെയിനെ കൊണ്ടുപോകണം പുള്ളിയെ. ഇവരും ചെന്ന് പറഞ്ഞാൽ പ്രയോജനമില്ല. കാരണം ജോലിക്കാർക്ക് പിണക്കാം, രാഷ്ട്രീയക്കാർ ഇടപെടുന്നത് തന്നെ ഇഷ്ടമല്ല, അവർക്ക് പിണക്കാം. നമ്മൾ അപേക്ഷ കൊടുത്ത് 4-ാം മാസം കിട്ടി. ആപ്ലിക്കേഷൻ കൊടുത്ത് 4-ാം മാസം ലൈസൻസ് കിട്ടി. വിതൗട്ട് എനി റെക്കമെൻഡേഷൻ. ഒരു റെക്കമെൻഡേഷനും ഇല്ല, ഒരു പൈസ കൈക്കൂലിയും കൊടുത്തില്ലൊന്നുമില്ല. കാരണം അവർ ഡിസംബറിലാണ്, ജനുവരി മുതൽ അവരുടെ പോളിസി ചേഞ്ച് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള ആപ്ലിക്കേഷൻ കൊടുത്തേക്കാൻ പറഞ്ഞു. ആ കൊടുത്ത് നമ്മളുണ്ട്. അവിടെ ഒരു ദൈവത്തിൻ്റെ വലിയ പ്രോബ്ലം അല്ല, ഇതൊന്നും പ്രൊവിഷനാണ്. ഇതൊക്കെ നമുക്ക് തനിയെ ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങളല്ല.
ദൈവത്തിന് സഹായം ഉള്ളതുകൊണ്ട് പറ്റുന്ന. അന്ന് എത്ര കോടി രൂപ കയ്യിൽ വെച്ചോണ്ടാണ് ഇതിന് ചാടുന്നത്? 0 പൈസ കയ്യിലൊന്നുമില്ല. ഒന്നുമില്ല. ഓരോരുത്തരോട് ചോദിക്കുകയല്ലേ നമ്മൾ. അപ്പോൾ എന്തായാലും ഓർത്തോ ഇതാരാ എന്നെ തെള്ളിയിട്ടെന്ന്? എന്തായാലും ഓർത്തില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ ടെൻഷൻ വരുന്നത് അന്നേരമാണല്ലോ അല്ലേ, ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ്. അന്നേരം പ്രൈസ് മാമയോടോ കുഞ്ഞുങ്ങളോടോ പറഞ്ഞിരുന്നോ ഞാൻ ഇങ്ങനൊരു സാഹസികതയ്ക്ക് പോവാണെന്ന്? അവർ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ രാത്രിയിൽ ഉറങ്ങാതെ കിടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രൈസ് നമുക്കറിയാം. പൈസ കൊടുക്കേണ്ട സമയമൊക്കെ വരുമ്പോൾ പിടിക്കില്ലല്ലോ പൈസ. ഈ സാറ്റലൈറ്റ് ഇവർ ഏഷ്യനെറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ കേബിള് അവരൊരുപാട് കാശ് നമ്മുടെ ഇന്ന് ഓടിച്ചു. ഇതിൽ കൂടെ പറയുക എന്നാലും സാരമില്ല. പക്ഷെ ഇപ്പോൾ കടമുണ്ടായിരുന്നു, ഇളവേ ചെയ്ത് തന്നു. വലിയ തുക അവർക്ക് കടമുണ്ടായിരുന്നു അവസാനം വന്നപ്പോൾ. അപ്പോൾ അന്ന് നമ്മൾ ഈ പവർ വിഷന് ഈ അച്ഛൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ടീമിനെ കൂടെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണോ രജിസ്ട്രേഷന് പോകുന്നത്? അതോ അവിടെ ഡൽഹി ചെന്നപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, സഭയ്ക്ക് വേണ്ടിയൊന്നും തരത്തില്ല ചാനൽ, ഒരു കമ്പനിക്കേ തരത്തുള്ളൂ. ഒരു കമ്പനി വേണം. അന്ന് ഇവിടുത്തെ എൻ്റെ ചാർട്ടർ അക്കൗണ്ടിനോട് ഞാൻ കമ്പനിയോട് എന്ന് പറഞ്ഞു, പാസ്റ്റർക്കൊന്നും ചെയ്യാനൊക്കെ ഒന്നും കാര്യമില്ല, കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ അങ്ങേർക്കില്ല. അതിൻ്റെ അങ്ങേര് ഈ കമ്പനി ചെയ്യുന്ന ആളല്ല. നിരുത്സാഹപ്പെടുത്തി. പക്ഷെ എൻ്റെ മനസ്സിലൊക്കെ കമ്പനി വേണം. കമ്പനിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യണം, 10 പേര് കൂടി രജിസ്റ്റർ ചെയ്യണം. എൻ്റെ മനസ്സിൽ കയറി 10 പേരെ കണ്ടുപിടിക്കാൻ 4 ലക്ഷം രൂപ ആയിരുന്നു. 10 ലക്ഷം രൂപ. അതിൽ 2-3 പേര് തന്നില്ല, ബാക്കി എല്ലാവരും തന്നു. എല്ലാ അച്ഛൻ്റെ സ്നേഹിതരൊക്കെയാണ്. നമ്മുടെ എന്നോടും പറഞ്ഞ എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടും എൻ്റെ ലക്ഷ്യം അതല്ലാത്തതുകൊണ്ടും അച്ഛൻ്റെ ഒരു ഫ്രണ്ടായിട്ടിരിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ പൈസ ഇല്ലാതെ എടുത്ത് ആടുക. അപ്പോൾ കമ്പനി വേണം. കമ്പനി എങ്ങനെ തുടങ്ങുന്ന ആർക്കും അറിയത്തില്ല. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എറണാകുളത്തുണ്ടെന്ന് എനിക്കറിയാൻ ഓഫീസ്. അത് തിരക്കി പോകും. അവിടെ ചെന്നപ്പോൾ ആർക്കും അറിയത്തില്ല എവിടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഓഫീസ്. അപ്പോൾ ഞാൻ കാറ് നിർത്തി, ആ പെട്രോൾ പമ്പിനടുത്ത് കാറ് നിർത്തിയിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക ഇവിടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഓഫീസ് അറിയാമെന്ന് ചോദിച്ചപ്പോൾ വഴിയെ പോയൊരുത്തൻ അത് കേട്ട അയാൾ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതിന് താഴെ നിന്ന് ഞാൻ ചോദിക്കുന്നു നല്ലതാണെന്ന് പറഞ്ഞു. ഇവിടെ മരം വളർന്നു നിൽക്കുന്നുണ്ട്, കാണത്തില്ല. പബ്ലിക്കിന് അധികം ചെല്ലണ്ടാത്ത സ്ഥാപനമല്ലേ അത്. പബ്ലിക്കിന് അറിയത്തില്ലല്ലോ, പമ്പുകാരന് പോലും അറിയത്തില്ല. അവിടെ ചെന്ന് കയറി നേരെ കയറി വെച്ചു. ചാർട്ടർ അക്കൗണ്ടൻ്റ് ആരുമില്ലേ, വന്നിട്ടില്ലേ? ഇല്ല. ഞാൻ നേരെ നിൽക്കുക കമ്പനി. നമ്മൾ പറഞ്ഞ ഒരു ചാർട്ടർ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനി ഉണ്ടാക്കുന്നതിൻ്റെ നിയമങ്ങളെല്ലാം പഠിക്കണം. എന്നിട്ട് ആളിനെ കൂട്ടിക്കൊണ്ടുള്ള വരാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് പൈസയ്ക്ക് വേണ്ടിയായിരിക്കും. ഞാൻ നമുക്കില്ലല്ലോ ചാർട്ടർ അക്കൗണ്ടിൽ, അങ്ങനെ പറഞ്ഞേക്കൊന്നും ചെയ്യല്ല, പുള്ളിക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ ഒന്നുകൂടെ പോയി. പോരണ തന്നെ മറ്റേ ആൾ അവധി എടുത്തേക്കുക, പുതിയ ആളാണ്. അപ്പം പുതിയ ആളിന് എന്നെ പരിചയമില്ല. പുതിയ ആൾ ഈ ഭാഗത്തൂടെ പോകുന്ന ആളാണ്, ബസ്സിന് എടത്താർ റൂട്ടിൽ പോകുന്ന. അങ്ങ് ചെങ്ങന്നൂരങ്ങാണ്ട വീട്. ഇവിടെ പോകുന്ന ആളുടെ ഈ സ്ഥലവും എന്നെ അറിയാം. സന്തോഷമായി. അയാൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് പേരൊക്കെ മാറ്റണമെങ്കിൽ ഈ ആദ്യം ഒപ്പിട്ട 10 പേരാ ഒപ്പിട്ടേക്കുന്നത്. ആ 10 പേരും കൂടെ ഒപ്പിടണം. അന്ന് വേറെ ഏതോ പേരായിരുന്നു ഇട്ടിരുന്നത്. കാരണം ഇവരാരും ഒപ്പിട്ട് തരത്തില്ല. ഒന്ന് VM മാത്യു സാറാണ്. പുള്ളി 25,000 രൂപ വന്നിട്ടുണ്ട്. പുള്ളി ഇനി ഇതിനകത്തില്ല, ഇതാ സിനിമയൊക്കെ പിന്നെ കാണിക്കോ, പുള്ളിയുടെ പേര് പോകും. ഒന്ന് പിന്നെ രാജുവോ അല്ല NN രാജുവോ, പുള്ളി പറഞ്ഞു ഞാൻ ഇല്ല, പൈസ തരുന്നില്ല. അപ്പോഴത്തേക്ക് നമുക്കെതിരെ കോൺട്രവേഴ്സികൾ വന്നു തുടങ്ങി, പ്രചരണം വന്നു. സിനിമാ ചാനലാണെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് പറ്റിയത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി. പിന്നെ രണ്ടാമത് വേറെ 10 പേരെ വെച്ചുകൊണ്ട് പുതുതായിട്ട് നേരത്തെ അവരുടെ ഒപ്പിട്ട് മേടിച്ച് രണ്ടാമത് രജിസ്റ്റർ ചെയ്ത. ഇപ്പം ഈ പവർ വിഷൻ എന്നെങ്ങനെയായി മനസ്സിലാക്കുന്നത്? അതെൻ്റെ മനസ്സിലുണ്ടായിരുന്ന പവർ വിഷൻ എന്ന്. പവർ ഇവാഞ്ചലിസം. പവർ ഇവാഞ്ചലിസത്തിൽ നിന്നാണ് അത് വന്നത്. ഓക്കെ, അതിന്റെ സ്പാർക്ക്, ഇതിന്റെ സ്പാർക്ക് അവിടെ നിന്നാണ്. നമ്മുടെ സക്കറിയ കോശി അച്ഛനും നവജീവോദയവും എല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ് ഈ ദർശനം.
അതൊരു വിശാലമായ കഥയാണ് അല്ലേ? നമുക്ക് വലിയ പിന്നീട് അത് പറയണം, പറയണം. ഇത് അറിയണം. പവർ വിഷൻ, പവർ ഇവാഞ്ചലിസത്തിൽ നിന്നാണ് പവർ വിഷൻ വന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അതിനകത്തൊരു പവർ ഉണ്ടായിരുന്നു. ഓക്കെ. പവർ ക്രൂസൈഡുകൾ നടത്തി, പാറശാലയൊക്കെ പോയി. അതിനൊക്കെ ഞാൻ വന്നായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാത്തിനും ഞാൻ. പിന്നെ പവർ ഇല്ലാത്ത ഒരാൾ പുള്ളി മാത്രമേ ഉണ്ടായിരുന്നു. എനിക്ക് സ്പാർക്കിങ്ങേ ഉള്ളൂ. എനിവേ, പിന്നെ അപ്പം അങ്ങനെ ഈ 10 പേരെ ചേർത്ത് രണ്ടാമത് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടാണ് കിട്ടിയത്. ഇത്ര സാമ്പത്തിക ബാധ്യത അന്ന് ഉണ്ടാകുമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു? കമ്മിറ്റ്മെന്റ് ഒരു വന്ന് ഇല്ല. പിന്നീട് ഇത് ലോണിന് വേണ്ടി ശ്രമിച്ച ഒരു കഥയുണ്ടല്ലോ. ഉണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ്? അല്ല, ആക്സിസ് ബാങ്കിൽ. ഓ. അന്ന് അവിടെ ഇരിക്കുന്ന ഒരു ബ്രാഹ്മണനാണ്, ബ്രാഹ്മണൻ. അയാള് കൈ അങ്ങോട്ട് പോയി കൊടുത്തു. നമ്മുടെ വീടിൻ്റെ ആധാരവും ഇതെല്ലാം കൊണ്ട് കൊടുത്ത് ലോൺ തരണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നെ നോക്കി, ഇല്ല തരത്തില്ല, കാരണം നിങ്ങളുടെ വീടല്ലേ ഇത്, വീടൊക്കെ ഇങ്ങനെ പണയം വെച്ച് ചാനലൊക്കെ തുടങ്ങി നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഞാൻ തരത്തില്ല. അയാളോട് 1 മാസത്തേക്കുള്ള ഞാൻ തരാം. 1 മാസത്തെ, ഒരു കമ്പനിയാണ് 1 മാസത്തെ കൊടുക്കാൻ അവർക്ക് അനുവാദമുണ്ട്. ഈ മാനേജർക്ക് തന്നെ 5 ലക്ഷം രൂപ ലോൺ. നമ്മൾ എത്രയ്ക്കാണ് പോയത്? നമ്മൾ 1 കോടി. 1 കോടി രൂപ. അയാൾ പിന്നെ എന്നോട് പറയുമായിരുന്നു, ചാനൽ നടന്നൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ജോലിക്കാരുടെ മീറ്റിംഗ് ഞാൻ ഇന്നും വിളിക്കും, അവിടെ വന്നിട്ട് പറയണം, ഇങ്ങനൊരു കാര്യം 5 പൈസ കയ്യിലില്ലാതെ നിർത്താൻ ഇതെങ്ങനെ ചെയ്തെന്നുള്ളത് വലിയ അത്ഭുതമാണ് പുള്ളിക്ക്. പുള്ളിക്ക് ഞാൻ ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, വിശ്വാസം. പുള്ളി ഈ ബ്രാഹ്മണായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കേട്ടു. പുള്ളിക്കൊരു അത്ഭുതമായിരുന്നു. അതിലെല്ലാം ഒരു അച്ഛൻ്റെ ആധാരവും പുള്ളി കൈവച്ചില്ല, തിരിച്ചു തന്നെന്ന് പറഞ്ഞു. ആധാരം തന്നു. ഇത് ഞാൻ വാങ്ങിച്ചു വെക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ വാങ്ങിക്കായിരുന്നു. ഈ പവർ വിഷനുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ വിവാദത്തിൽപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. അതെ, അതൊരുത്തരം കാത്തിരിക്കുകയായിരുന്നു നമുക്കിതിനായിട്ട് എഴുതാനോ ഒക്കെ ആയിട്ടിരിക്കുന്നവൻ എൻ്റെ കയ്യിൽ ഇത് കിട്ടി. ഇപ്പം അവനത് അവൻ്റെ എഴുത്തിൻ്റെ ഉപകരണമാക്കി. സത്യത്തിൽ അതൊക്കെയല്ലോ ഒരു അസൂയയിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. അസൂയ, തെറ്റിദ്ധാരണയിൽ നിന്ന്. ഉദാഹരണം, ആ ഇടയ്ക്ക് അച്ഛൻ അമേരിക്കയിൽ പോയി പവർ വിഷനെ കുറിച്ച് പറഞ്ഞു. വളരെ കുറച്ച് സ്നേഹിതർ കുറച്ച് ചെക്കുകൾ കൊടുത്തു. എനിക്കറിയാവുന്ന കഥ എല്ലാം തെറ്റുണ്ടാച്ചാൻ തിരുത്തും. കുറച്ച് പേര് ഓരോ ചെക്കുകൾ കൊടുത്തു. ഒന്നും എൻകാഷ് ചെയ്തില്ല, അതെല്ലാം ഒരാളെ അവിടുത്തെ ഏൽപ്പിച്ചിട്ട് പോന്നു. ആവശ്യം വരുമ്പം പറയാമെന്ന് പറഞ്ഞു. അപ്പം വരുന്നതിന് മുമ്പ് ഇവിടെ പ്രചരിച്ചത് പാസ്റ്റർ KC ജോൺ കോടികൾ പിരിച്ചുകൊണ്ട്, അത് 10 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ അത് കോടിയാകത്തുമില്ലായിരുന്നു. അപ്പോൾ കോടികൾ കൊണ്ടുവന്ന് നടത്തുന്നെന്ന് പ്രചരണമായി. പിന്നെ ഇവിടെ KC ജോൺ പാസ്റ്റർക്ക് ഒത്തിരി ചെയിൻ ബിസിനസ്സുകളുണ്ട്, അതിനെയൊക്കെ മറയാക്കി പവർ വിഷൻ തുടങ്ങുകയാണ് എന്നാണ് പ്രചരിച്ചത്. അന്നും വളരെ ലിമിറ്റഡായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള പണമുള്ളായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കി. സത്യത്തിൽ അച്ഛൻ ഈ ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഒരു കഴിവില്ലായിരുന്നു അല്ലേ? സാധാരണഗതി ഇത്രയും നല്ല എന്നുള്ള പേടിയായിരുന്നു. മണി മേക്കർ അല്ല, ആവേശം കൊള്ളിക്കും. അതെ, വേറെ ആർക്കെങ്കിലും വേണ്ടി റൈസ് ചെയ്യാം, സ്വന്തം കാര്യത്തിന് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ നല്ലൊരു പ്രസംഗകൻ എന്നുള്ള നിലയിലും ഒത്തിരി അധികം ആളുകളെ സ്വാധീനിച്ച ഒരാളെന്നുള്ള നിലയിലും അതിന് ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ ചിലപ്പം നടന്നു പോയേനെ. പക്ഷേ അതിനുള്ള കൃപയില്ലായിരുന്നു തോന്നുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ ക്രിട്ടിക്കാണ് പല കാര്യങ്ങളിലും. ഏത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും അതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പറയും. അങ്ങനെ പറ്റിയതാണ് ആദ്യകാലങ്ങളിലെ ക്രൈസിസ് അത്രയും രൂക്ഷമാകാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നത് അതാണ്. ഇത് നിരാശപ്പെട്ടു പോയ ഒത്തിരി സന്ദർഭങ്ങളില്ലേ? പൈസ ഇല്ലാത്തവരും നിരാശപ്പെടുമായിരുന്നു. ഇവർക്ക് കൊടുക്കാനുള്ള കടം കൊടുക്കാൻ വിളിച്ച് അവരൊക്കെ ഷാർപ്പായിട്ട് സംസാരിക്കുന്നു. ഈ കേബിൾ കമ്പനികൾ അവർക്ക് പൈസ കൊടുക്കാനില്ലെന്ന് നമ്മളുടെ ഇതൊന്നും അവർ എക്സ്ക്യൂസ് അവർ കണക്കാക്കത്തില്ല. ഒരു കേരളപ്പിറവി ദിവസമാണല്ലോ ഈ പവർ വിഷൻ ലോഞ്ച്. നവംബർ 1-നാണല്ലോ 1996 അല്ലേ? അതോ ഡിക്ലെയർ ചെയ്ത് ഒരു കേരളപ്പിറവി. 20 വർഷമായി. കേരളപ്പിറവി ദിവസമാണ് പവർ വിഷൻ വരുന്നത്. 2006 നവംബർ 6 അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതോ ഇവിടെ തിരുവല്ലയിൽ ഒരു കൺവെൻഷൻ നടത്തിയില്ല. ഒരു സായിപ്പ് വന്ന്
സാങ്കുഴിക്കാരെയോ കൂടെ കൂടി. അതെ, റോജർ ഓസ്മ. അവിടെ വെച്ച് എനിക്ക് ഇത് ഡൽഹിയിലെ കത്ത് വരുന്നത് ആ സമയത്ത് അപ്പോൾ അത് ഞാൻ അവിടെ പരസ്യം ചെയ്തു. അവരെല്ലാം കൂടെ കല്ലിട്ടതല്ലേ കൈവച്ച് പ്രാർത്ഥിച്ചു. യെസ്, ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ അതിൻ്റെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണ്ണീരിൻ്റെയും പ്രത്യാശയുടെയും മോഹഭംഗങ്ങളുടെയും എല്ലാ സംഭവങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണല്ലോ നമ്മുടെ ജീവിതവും മിനിസ്ട്രി എല്ലാം. അതെ. നവംബർ 1 പവർ വിഷൻ ലോഞ്ച് ചെയ്തിരിക്കുമെന്ന് പാസ്റ്റർ KC ജോൺ വേദികളെല്ലാം പറഞ്ഞു. അപ്പോൾ മനുഷ്യർ മുഴുവനും പുതിയൊരു ചാനൽ പവർ വിഷൻ പാസ്റ്റർ KC ജോണിൻ്റെ ചാനൽ വരിക. നവംബർ 1 ആൾക്കാർ നോക്കിയിട്ട് പവർ വിഷൻ ഇല്ല. ഞാനും രാവിലെ എഴുന്നേറ്റ് അച്ഛനെ വിളിച്ചാ എവിടാ, ഞാൻ വീട്ടിലുണ്ട്, ഇങ്ങോട്ടൊന്ന് ഓടി വരാമോ? അപ്പം ഞാൻ ഓടി വന്നേ. ഞങ്ങൾ തമ്മിൽ 10-12 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെ വന്ന് പുതച്ച് മൂടിക്കിടക്കുകയാണ്, പനിച്ച് കിടക്കുകയാണ്. പനിയാ? ഞാൻ ചോദിച്ചു, അച്ഛാ എന്നാ പറ്റി? പനിയാ? എപ്പം തുടങ്ങി? ഇന്നലെ രാത്രി തുടങ്ങി. അപ്പം നമ്മുടെ ചാനലോ? ഓ, അതുകൊണ്ടല്ലേ പനിച്ചത്. രാത്രി പനിച്ചു പോയി, ചാനലുണ്ടായില്ല. പക്ഷെ കറക്റ്റ് 1 വർഷം കഴിഞ്ഞെന്നെ പിന്നെ ചാനൽ വന്നു. 1 രൂപയും സമ്പാദ്യം ഇല്ലാത്ത കാലഘട്ടത്തിലാണ് പാസ്റ്റർ KC ജോൺ കോടികൾ ചെലവുള്ള ഒരു ബൃഹത് പദ്ധതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അത് കൃത്യം അറിയാവുന്ന കുടുംബ സുഹൃത്തുക്കളിൽ ഒരാൾ ഞാനാണ്. ഞാൻ ശരിയാണോ അച്ഛൻ പറയുന്നത്? ശരിയാണ്. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. 1, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100 കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.